ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചന്ദന തൈയിൽ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുക. തുടർന്ന് സ്മാരക ട്രസ്റ്റിൻ്റെ ലോഗോ പ്രകാശനവും ബഹുമാനപ്പെട്ട MLA നിർവഹിക്കുന്നതാണ്. ഇനി ലോഗോയുടെ പ്രകാശനമാണ്. ലോഗോയുടെ പ്രകാശനത്തിന് ബഹുമാനപ്പെട്ട MLA ക്ഷണിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ മഹനീയമായ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യാക്കോബായ സഭയുടെ നിരണം ഭദ്രാസനാധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ കുർലോസ് തിരുമേനി, സംഘാടക സമിതിയുടെ കൺവീനറും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം സജീവമായി മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ സണ്ണി M. കബിക്കാട്, സ്നേഹം നിറഞ്ഞ CSDSൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ KK സുരേഷ്, കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റോയി ജോർജ് വെട്ടിക്കിതറം, പ്രിയമുള്ള ഡോക്ടർ സുരേഷ് കുമാർ, സംഘാടക സമിതിയുടെ ജോയിൻറ്റ് കൺവീനർ ശ്രീ PJ തോമസ് ഉൾപ്പെടെയുള്ള വിവിധ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ ഡോക്ടർ ജയസൂര്യൻ അടക്കം നമ്മുടെ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ സാംസ്കാരിക ദൈക്ഷണിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ആദരണീയനായ ശ്രീ KK കൊച്ച് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നതിൻ്റെ ഓർമ്മകൾ കടുത്തുരുത്തിയിൽ വെച്ച് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിനും KK കൊച്ച് സ്മാരക ട്രസ്റ്റ് രൂപീകരണ പ്രഖ്യാപനം നടത്തുന്നതിനും വേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മഹനീയമായ ഈ സമ്മേളനം വിളിച്ചു ചേർക്കുവാൻ സംഘാടക സമിതി നടത്തിയ പരിശ്രമത്തിൽ നിങ്ങളെല്ലാവരും പ്രത്യുത്തരം നൽകിയത് വലിയ പങ്കാളിത്തം നൽകിക്കൊണ്ടാണ്. ആദരണീയനായ ശ്രീ KK കൊച്ചിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്ന, നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന
അതിലുപരിയായി ഈ നാടിൻ്റെ കടമ ഉയർത്തിപ്പിടിക്കുന്ന ധന്യമായ ഒരു സംഗമമായി ഞാനിതിനെ കാണുകയാണ്. ശ്രീ സണ്ണിയം കബിക്കാട് KK കൊച്ചിനെ അനുസ്മരിച്ചുകൊണ്ട് ആമുഖമായി പ്രസക്തമായ കുറേ കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അഭിമന്യ ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി അടക്കം തുടർന്ന് ഇവിടെ സംസാരിക്കാനുണ്ട്. അദ്ദേഹം ഉച്ചവരെ ഇവിടെ സന്നിഹിതനാണ് എന്നറിയിച്ചു. ഞാൻ ആദ്യം സംസാരിക്കണമെങ്കിൽ അദ്ദേഹം സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഉച്ചവരെ ഉണ്ട് എന്ന് പറഞ്ഞത് ഏറ്റവും വിലപ്പെട്ട കാര്യമാണ്. അതുപോലെ പ്രഗത്ഭരായ നിരവധി ആളുകൾ ഇവിടെ കടന്നു വരാനും സംസാരിക്കാനുമുണ്ട്. അതുകൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നത് ഉചിതമല്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു കടുത്തുരുത്തിക്കാരൻ എന്ന നിലയിൽ എനിക്ക് അത്യധികമായ അഭിമാനവും ചാരിതാർത്ഥ്യവുമുണ്ട്. KK കൊച്ചിനെ പോലെ പ്രഗത്ഭനായ സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും ശ്രദ്ധേയമായ വ്യത്യസ്തമായ ശൈലിയും സമീപനങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരു മഹാപ്രതിഭയെ രാജ്യത്തിനും കേരളത്തിനും സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു പുണ്യഭൂമിയാണ് ഈ കടുത്തുരുത്തിയുടെ മണ്ണ് എന്ന് പറയുന്നത് ഈ നാടിന് മുഴുവൻ അഭിമാനകരമായ കാര്യമാണ്. അതുതന്നെ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ പോരാട്ടങ്ങളുടെ പാതയിൽ മുഖം നോക്കാതെ ശക്തമായി തൂലികയിലൂടെ പ്രതികരിക്കുവാനും താൻ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾക്ക് വേണ്ടി ഉറച്ച് നിന്ന് പടപൊരുതുവാനും വളരെ ശാന്തമായി പക്വമായി വളരെ മാന്യമായി ഒക്കെ മുന്നോട്ട് പോയ വ്യക്തിത്വമായിരുന്നു നമുക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ശ്രീ KK കൊച്ച്. അദ്ദേഹത്തിൻ്റെ പവിത്രമായ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. നമ്മുടെ നാട് ആദരവർപ്പിക്കുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ് നമ്മുടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നു. ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ ട്രസ്റ്റിൻ്റെ പ്രഖ്യാപനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടിയിരുന്നു ശ്രീ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുകളായിരുന്നു. അദ്ദേഹം നിശ്ചയമായും ഇവിടെ എത്തിച്ചേരും എന്ന് തീരുമാനിച്ചിരുന്നതും അറിയിച്ചിരുന്നതുമാണ്. ശ്രീ KK കൊച്ചുമായി വളരെ അടുത്ത് വ്യക്തിപരമായ സൗഹൃദവും വളരെ അടുത്ത് ആത്മബന്ധവും ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ ശ്രീ VD സതീശൻ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടുമായും പ്രതിപക്ഷ നേതാവിന് വളരെ അടുത്ത് സൗഹൃദവും ബന്ധവും ഉണ്ടായിരുന്നു. ഇന്ന് ഇവിടെ വരാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ സംഭവിച്ചു. ഏതാനും ദിവസങ്ങളായി അദ്ദേഹം ഡൽഹിയിലാണ്. UDFൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയുടെയും സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് വിളിച്ചത് പ്രകാരം അദ്ദേഹം ഡൽഹിക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് കഴിയുമെങ്കിൽ വെളുപ്പിനെ പോന്ന് ഇവിടെ എത്തുമെന്നാണ് ഇന്നലെയും പറഞ്ഞിരുന്നതെങ്കിലും രാവിലെ അദ്ദേഹം വിളിച്ചറിയിക്കുകയുണ്ടായി. ഇന്ന് പോരുവാൻ കഴിഞ്ഞിട്ടില്ല, ഉച്ചയോടുകൂടിയാണ് പോരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിർഭാഗ്യവശാൽ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി എന്ന് അദ്ദേഹം ഭവനത്തിലും അറിയിച്ചു. അതുപോലെ തന്നെ സണ്ണിയം കബിക്കാട് അടക്കമുള്ള നമ്മുടെ സംഘാടക സമിതിയെ അറിയിച്ചു. എന്നോടും അദ്ദേഹം അത് അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് എത്തിച്ചേരുവാൻ കഴിയാത്തതിൽ നിങ്ങൾ എല്ലാവരും സദയം ക്ഷമിക്കണം, സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് സദയം ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടേതായ മറ്റു ചടങ്ങുകളിൽ അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാകും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ ട്രസ്റ്റിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് KK കൊച്ച് സ്മാരക ട്രസ്റ്റ് ഏറ്റവും കാര്യക്ഷമതയോടെ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഒരു സഹായിയായി ഒരു സഹകാരിയായി ഉണ്ടാകും എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനും ട്രസ്റ്റിൻ്റെ പ്രഖ്യാപനം നടത്തുവാനും സംഘാടക സമിതി എന്നെ ചുമതലപ്പെടുത്തിയത് പ്രകാരം ഞാൻ ആ കടമ നിർവഹിക്കുകയാണ്. അതുകൊണ്ട് ആ കടമ നിർവഹിക്കുവാൻ മാത്രമേ ഞാനിപ്പോൾ ശ്രമിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമ്മുടെ അതിഥികളായി വന്ന ഇവരെല്ലാവരും സംസാരിക്കുകയും ആദരണീയനായ KK കൊച്ചിനെ കുറിച്ച് അനുസ്മരണ പ്രഭാഷണങ്ങൾ ഇവിടെ നടത്തുകയും ചെയ്യും. ഞാൻ അവർക്ക് വഴിമാറുന്നു. ആദരണീയനായ KK കൊച്ചിനെ കടുത്തുരുത്തി പൗരാവലിക്ക് ആദരിക്കുവാൻ കഴിയുന്ന ഒരു സന്ദർഭം ഞങ്ങൾ ജനപ്രതിനിധികൾ കൂട്ടായി ഇവിടെ ആലോചിക്കുകയും അതിനടിസ്ഥാനത്തിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കടുത്തുരുത്തിയിലെ പബ്ലിക് ലൈബ്രറി പഞ്ചായത്ത് ലൈബ്രറിക്ക് KK കൊച്ചു സ്മാരക ഗ്രന്ഥശാല എന്ന് നാമകരണം ചെയ്യുവാനും
തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആദരവോടുകൂടി അറിയിക്കുകയാണ്. അത് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമായി അക്കാര്യങ്ങൾ നടപടികൾ അവർ സ്വീകരിക്കുകയും ഇപ്പോൾ വന്നിട്ടുള്ള പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് റോയ് വെട്ടിക്കതരം ഈ വേദിയിലുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അക്കാര്യങ്ങൾ നടപ്പാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയോടും ഇപ്പോൾ ഇനി തുടർന്ന കാര്യങ്ങൾ പുനഃക്രമീകരിച്ച് ചെയ്യാൻ പോകുന്ന പുതിയ പഞ്ചായത്ത് കമ്മിറ്റിയോടും നാടിനു വേണ്ടി ഞാൻ പ്രത്യേകമായി അവരോടുള്ള കടപ്പാട് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ആദരണീയനായ കെ കൊച്ച് നമ്മുടെ നാടിന് കൊടുത്തിട്ടുള്ള വിലപ്പെട്ട സംഭാവനകളെ സ്മരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ സർക്കാർ തലത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിൽ ഇനി ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് കാര്യമായി ഭരണരംഗത്ത് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ കടുത്തുരുത്തിയുടെ MLA എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എൻ്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഭാവിയിൽ കേരള സർക്കാർ ഔദ്യോഗികമായി കെ കൊച്ചിനെ അനുസ്മരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉറപ്പുവരുത്തും. അതിന് വേണ്ടതായ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഇടപെട്ട് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കും എന്നുകൂടി ഈ 1-ാം ചരമവാർഷിക ദിനത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ കെ കൊച്ചിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം, അനുസ്മരണ സമ്മേളനം ആദരണീയരായ വിശിഷ്ടാതിഥികളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. കെ കൊച്ച് സ്മാരക ട്രസ്റ്റ് ഔപചാരികമായി ഇന്ന് പ്രഖ്യാപിക്കുന്നു. നമുക്ക് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഒന്നിച്ചേറ്റെടുക്കാം. കേരളത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന മഹനീയമായൊരു ട്രസ്റ്റാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുവരുവാനും കെ കൊച്ച് ഉയർത്തിപ്പിടിച്ച നിലപാടുകളോട് ധാർമ്മികമായി പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കൂട്ടായ പരിശ്രമം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.